എല്ലാവർക്കും സ്വാഗതം. ബാലേന്ദ്രനാണെങ്കിൽ ആഗ്രയിലെ കാര്യം പറയുന്ന സമയത്ത് ശിവന് നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നീ നിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറയും. അപ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ അബുദാബിയിലായിരുന്ന സമയത്ത് എനിക്ക് അവിടെ വെച്ചിട്ട് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മെറീന ബെർണാഡ് എന്തോ ആണ് കേട്ടോ പേര് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ വിധവയായിരുന്നു, കുട്ടികളും ഇല്ല. ഞാനാണെങ്കിൽ ചോര തിളച്ച് നിൽക്കുന്ന പ്രായമായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സ്നേഹത്തിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ശിവന് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നീട് അതിൻ്റെ ഇടയിൽ ശിവനാണെങ്കിലും അങ്ങനെ പറയുന്ന സമയത്ത് ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് നാണല്ലേ ഇങ്ങനെ പറയാനെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ ആ സ്ത്രീക്കാണെങ്കിലും ആ സ്ത്രീയുടെ അമ്മയ്ക്ക് എന്തോ വയ്യാതായിട്ട് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. കൊല്ലത്തായിരുന്നു നാട്ടിൽ അവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ അബുദാബിയിൽ നിന്ന് ഖത്തറിലേക്കും പോവുകയും ചെയ്തു. ആ കാര്യമൊക്കെ ഞാൻ പിന്നെ വിട്ടു എന്ന് പറയൂ കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആഗ്രയിലെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്താണല്ലോ ആഗ്രയിൽ വൈജ അവിടെ ഇങ്ങനെ ടീച്ചറായിട്ട് ജോലി നോക്കിയിരുന്നത്. ഏതോ ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ റെക്കമെൻഡേഷനിൽ ജോലിക്ക് കയറിയത് എന്നൊക്കെ പറയും. അപ്പോൾ ആഗ്രയിലെ കാര്യം പറയുമ്പോഴേ ശിവനങ്ങ് ആകെ പേടിയും പറയലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബാലേന്ദ്രൻ ഇടയ്ക്ക് ഇങ്ങനെ ആഗ്രയിലെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴേക്കും ബാലേന്ദ്രന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ബാലേന്ദ്രൻ പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ്റെ അളിയൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. ബാലേന്ദ്രൻ ആ സമയത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ പെങ്ങന്മാരുടെ കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് നോക്കിയിരുന്നത്. പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ ഇത് നടക്കുന്ന ആളൊന്നല്ല ബാലേന്ദ്രൻ എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മനു ആണ് കേട്ടോ ബാലേന്ദ്രനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ മനു ചോദിക്കുന്ന സമയത്ത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ നല്ല കഥ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഞാൻ, നീ ആ കഥയുടെ രസം കളഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ എന്താ അങ്ങള് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അലീനേനെ പറഞ്ഞു വിടില്ല എന്ന് തന്നെയാണ് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും മനുവിനോട് പറയുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അലീനേനെ പറഞ്ഞു വിടാതെ ഈ പ്രശ്നം തീരില്ല. പിന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ, വെറുതെ ഇങ്ങനെ കുടം കമഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കാന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചോദിക്കും ബാലേന്ദ്രൻ, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്നിട്ട് കോൾ കട്ട് ചെയ്ത് വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ പെങ്ങൾ ചായക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, ചായ കൂടി മാത്രമേ നടക്കുന്നുള്ളൂ, നമ്മൾ ഇപ്പോഴും വിഷയത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എന്ന്. അപ്പോൾ ആ സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവർ നാട്ടിലേക്ക് വന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാലേന്ദ്രന് ഒരു കത്ത് കിട്ടി. അപ്പോൾ അതിലിങ്ങനെ ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 23 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും ആ സ്ത്രീ മരണപ്പെട്ടിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവർ മരിക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓർഫനേജിൽ, സ്നേഹനികേതൻ എന്ന ഓർഫനേജിലായിരുന്നു കൈക്കുഞ്ഞാവുമ്പോൾ എൻ്റെ മകളെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുകയാണ്. പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് കത്ത് കിട്ടിയ സമയത്തൊന്നും ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 23 വർഷം കഴിഞ്ഞാണ് എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശിവനങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. നിനക്ക് നാണുണ്ടോ ഇങ്ങനെ പറയാനെന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യത്തിൽ കുറേ വാക്കുകളൊക്കെ ഇങ്ങനെ ബാലേന്ദ്രന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനാണെങ്കിലും വീണ്ടും ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ആ മകളാണ് അലീന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബ്രിജിത്താമ്മ കാണാൻ വന്ന കാര്യങ്ങളും പിന്നീട് അലീനനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചതാണ്. ബ്രിജിത്താമ്മ കുഞ്ഞിരാമ മേനോനെ വന്ന് കണ്ടു. അങ്ങനെ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാണ് എന്ന്, അലീനനെ കൊണ്ടുവന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും ശിവനങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എൻ്റെ പെങ്ങളെ ചതിക്കല്ലേ ചെയ്തതെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ഇതെങ്ങനെയാണ് ചതിയാവുന്നത്, ഇത് കല്യാണത്തിന് മുന്നേ നടന്ന കാര്യമല്ലേ എന്ന്. ശിവൻ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ആ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പോലെ വൈജയ്ക്ക് ആരുമായിട്ടും ബന്ധം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ സ്റ്റാൻലി ജോസഫുമായിട്ട് ഇങ്ങനെ വൈജ ഇങ്ങനെ സ്നേഹിച്ച കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി ഉറപ്പ് പറയാൻ പറ്റുമോ, ഞാൻ വൈജേനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അവൾ കന്യകയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ രാഷ്ട്രീയക്കാരനോ ഇനിയിപ്പോൾ കമലയുടെ ആങ്ങളെയോ ആരാന്നറിയില്ല, അത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കുടുംബവും മക്കളുമായിട്ട് ജീവിക്കുന്നവർ ഇടയിലേക്കല്ലേ നിങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ ഉണ്ടായ ബന്ധത്തിലുള്ള കുട്ടീനെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ കുടുംബം തകർന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മകളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള മറുപടി തന്നെയാണ് ബാലേന്ദ്രൻ കൊടുക്കുന്നത്. ശിവനോടാണെങ്കിലും ബാലേന്ദ്രൻ ചോദിച്ചല്ലോ, നിങ്ങളുടെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അവൾ കന്യകയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ശിവനാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ബാലേന്ദ്രനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ശിവേട്ട ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെ കൂളായിട്ട് മറുപടി പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക്
ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ തെറ്റാതെ പറയണം, തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം തെറ്റും എന്നിങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് ഇങ്ങനെ ശിവനോട് പറയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ശിവനാണെങ്കിലും ഉത്തരവൊന്നുമില്ല കേട്ടോ, മിണ്ടാതെ ഒരു സൈഡിൽ പോയി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കമലയുടെ ആങ്ങളെയും പിന്നെ ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അലീനനെ അവിടുന്ന് പറഞ്ഞയക്കണം, അങ്ങനെ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല, ഒന്നിൽ ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അലീനയാണല്ലോ അവിടുത്തെ പ്രശ്നം, അപ്പോൾ അവളെ അവിടെ നിർത്താൻ പറ്റില്ല, അവളെ അവിടുന്ന് മാറ്റണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അതെന്തായാലും പറ്റില്ല, എനിക്ക് എൻ്റെ മകളാണെങ്കിൽ എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളെ എവിടേക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, അവളെ എൻ്റെ കൂടെ തന്നെ കാണും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. ബബിതയാണ് ചെന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അലീനയാണെങ്കിലും ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ പോയതുകൊണ്ട് തന്നെ എന്താ സംസാരിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ബാലേന്ദ്രൻ വന്നിട്ട് പിന്നീട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഒരു തണുത്ത ലൈം ജ്യൂസ് എടുക്ക്, അകവും പുറമൊക്കെ നല്ല ചൂടായിട്ട് നിൽക്കുകയാണ് എന്ന് പറയും. എന്നിട്ട് വാ, പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് ചെല്ലും. പിന്നീട് ബാലേന്ദ്രൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അലീന ജ്യൂസുമായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, നീ ചോദിക്കുന്നത് കേട്ടാൽ ഞാൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ, അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടായി കാണുമല്ലോ എന്ന്. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നത്. നിന്നെ ഞാൻ എൻ്റെ ദത്തുപുത്രിയല്ലേ ആക്കിയിരുന്നത്, ഞാനതങ്ങ് മാറ്റി എന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്നെ വീണ്ടും താഴെ ഇട്ടോന്ന്. നിന്നെ താഴെ ഇട്ടില്ല, കുറച്ചുകൂടെ മുകളിലേക്ക് ആക്കി എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ പറഞ്ഞ കഥ തന്നെ അലീനയോടും പറയുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രന് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുട്ടിയാണ് അലീന എന്ന് അവരോട് പറഞ്ഞു എന്ന് പറയും. ബാലേന്ദ്രൻ്റെ മകളാണെന്നൊക്കെ അവരോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ എനിക്കിനി അച്ഛൻ്റെ മകളായിട്ട് ജീവിക്കാലോ അല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ആ മകളായി കഴിഞ്ഞു എന്നിങ്ങനെ ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അലീന ചോദിക്കും, അപ്പം അച്ഛന് ഇതൊക്കെ പറഞ്ഞ സമയത്ത് അവരിതെല്ലാം കേട്ടുകൊണ്ട് നിന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വഞ്ചകനാണ് എന്നൊക്കെ അവരിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഷൗട്ട് ചെയ്തു എന്നൊക്കെ ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ചോദിക്കും, അച്ഛന് അവർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അവർക്കറിയില്ലല്ലോ അവർ മലർന്നു കിടന്ന് തുപ്പുകയാണെന്നുള്ളത്. അപ്പോൾ വൈജയന്തിയുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചിരിയാ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പ്രശ്നം ഇനിയും കൂടുകയുള്ളൂ, ഇങ്ങനെ കുറേയല്ലല്ലേ ചെയ്യുക എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ അലീനയ്ക്കാണെങ്കിലും അപ്പോൾ നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം, എന്തായാലും ഞാൻ നിൻ്റെ അച്ഛനായില്ലേ, നിന്നെ ഞാൻ കൈവിടില്ല എന്നൊക്കെ പറയൂട്ടോ, നീ പേടിക്കൊന്നും വേണ്ട, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമലയാണെങ്കിലും ശിവനാണെങ്കിലും ആദ്യം ഈ കാര്യങ്ങൾ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കമലേൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് കമല ഈ വിവരങ്ങളെല്ലാം മനുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. മനു ആണെങ്കിലും ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ മനു വരുന്ന കാണുമ്പോൾ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവളെ കാണാനല്ലേ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ ആരാ, നീ ശരിക്കും ഇങ്ങനെ അങ്കിളിൻ്റെ മകളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, എനിക്കറിയില്ല എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ടും ഇങ്ങനെ ബാലേന്ദ്രനോടും ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് മനു സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ കുട്ടീനെയാണോ നിങ്ങളിവിടെ കൊണ്ട് താമസിപ്പിച്ച് ഈ ചീപ്പ് കളി കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രൻ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് സത്യം തുറന്നു പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്